ത്രിയേക ദൈവത്തിന് സ്തുതി. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ധ്യാനിക്കുന്നത്. മനസ്സലിവ് ഒരു വികാരമല്ല, പിന്നെയോ കർമ്മങ്ങളിലേക്കും ദൗത്യത്തിലേക്കും നയിക്കുന്ന ചാലക ശക്തിയാണ് എന്നത് യേശു കർത്താവ് പന്തിയിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ പോലും അടയാളപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗമാണ് ഇത്. അവൻ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ പല ചുങ്കക്കാരും പാപികളും യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. അവനെ അനുഗമിച്ചു വന്നവർ അനേകരായിരുന്നു. വാക്യം 15. അനേകരെ ആകർഷിക്കുന്ന മനസ്സും മനസ്സലിവുമുള്ളൊരു ആൾരൂപത്തെയാണ് ഈ വാക്യത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ദൈവം അന്വേഷിക്കുന്നത് നല്ല മനസ്സുള്ള മനുഷ്യരെയാണ്. തൻ്റെ ശിഷ്യരാക്കാൻ യേശു കർത്താവ് മനുഷ്യരെ അന്വേഷിച്ചിറങ്ങുകയാണ്. ലേവിയെ പോലുള്ള ചിലരെ കാണുമ്പോൾ എന്നെ അനുഗമിക്ക എന്ന് അവരോട് ആവശ്യപ്പെടുകയും മറ്റൊന്നും ആലോചിക്കാതെ അവർ യേശുവിനെ അനുഗമിക്കുകയും എന്നിട്ട് അവരോടൊപ്പം പന്തിക്കിരിക്കുകയും ചെയ്യുന്ന ആ ഭക്ഷണമേശ തികച്ചും അതിശയിപ്പിക്കുന്നുണ്ട്. ആരുടെയും സാമൂഹിക പരിസരങ്ങളോ ശരീരത്തിൻ്റെ ശക്തിയോ ചെയ്യുന്ന ജോലിയുടെ മഹത്വമോ സമൂഹം അവർക്കിട്ടിരിക്കുന്ന വിളിപ്പേരുകളോ ഒന്നും നോക്കിയിട്ടല്ല, പിന്നെയോ മനസ്സിലാക്കിയിട്ടാണ് മനുഷ്യരോട് ദൈവം ഇടപെടുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. എത്ര കഠിനാധ്വാനവും പരിശ്രമവും വേണ്ടതാണെങ്കിലും അത് ചെയ്യാൻ കരുത്തുള്ള മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടാണ് ദൈവം നോഹയെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെയും ഭയപ്പെടുന്നതിൻ്റെയും മാതൃകയായി നോഹയെ മനുഷ്യർ ഉള്ള കാലത്തോളം ഓർക്കും എന്നത് ഉറപ്പാണ്. മനുഷ്യരുടെ ജീവിതത്തെ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉച്ചരിക്കുന്ന വാക്കുകളേക്കാൾ പെരുമാറ്റങ്ങളെയും പ്രതികരണങ്ങളെയും പ്രവർത്തനങ്ങളെയും ശ്രദ്ധിക്കുന്ന ഈ കാലത്ത് വാക്കുകളിൽ മാത്രമുള്ള മനസ്സലിവിനേക്കാൾ കർമ്മങ്ങളിൽ മനസ്സലിവ് ചാലിച്ച് ജീവിക്കാൻ കർത്താവിനെ മാതൃകയാക്കാൻ ഇടയാക്കട്ടെ എന്ന് ആശിക്കുകയാണ്. ത്രിയേക ദൈവത്തിന് സ്തുതി. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. മനസ്സലിവ് ഒരു വികാരമല്ല, പിന്നെയോ കർമ്മങ്ങളിലേക്കും ദൗത്യത്തിലേക്കും നയിക്കുന്ന ചാലക ശക്തിയാണ് എന്നത് യേശു കർത്താവ് പന്തിയിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ പോലും അടയാളപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗമാണ് ഇത്. അവൻ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ പല ചുങ്കക്കാരും പാപികളും യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. അവനെ അനുഗമിച്ചു വന്നവർ അനേകരായിരുന്നു. വാക്യം 15. അനേകരെ ആകർഷിക്കുന്ന മനസ്സും മനസ്സലിവുമുള്ളൊരു ആൾരൂപത്തെയാണ് ഈ വാക്യത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ദൈവം അന്വേഷിക്കുന്നത് നല്ല മനസ്സുള്ള മനുഷ്യരെയാണ്. തൻ്റെ ശിഷ്യരാക്കാൻ യേശു കർത്താവ് മനുഷ്യരെ അന്വേഷിച്ചിറങ്ങിയതാണ്. ലേവിയെ പോലുള്ള ചിലരെ കാണുമ്പോൾ എന്നെ അനുഗമിക്ക എന്ന് അവരോട് ആവശ്യപ്പെടുകയും മറ്റൊന്നും ആലോചിക്കാതെ അവർ യേശുവിനെ അനുഗമിക്കുകയും എന്നിട്ട് അവരോടൊപ്പം പന്തിക്കിരിക്കുകയും ചെയ്യുന്ന ആ ഭക്ഷണമേശ തികച്ചും അതിശയിപ്പിക്കുന്നതാണ്. ആരുടെയും സാമൂഹിക പരിസരങ്ങളോ ശരീരത്തിൻ്റെ ശക്തിയോ ചെയ്യുന്ന ജോലിയുടെ മഹത്വമോ സമൂഹം അവർക്ക് ഇട്ടിരിക്കുന്ന ചില വിളിപ്പേരുകളോ ഒന്നും നോക്കിയിട്ടല്ല, പിന്നെയോ മനസ്സിലാക്കിയിട്ടാണ് മനുഷ്യരോട് ഇടപെടുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. എത്ര കഠിനാധ്വാനവും പരിശ്രമവും വേണ്ടതാണെങ്കിലും അത് ചെയ്യാൻ കരുത്തുള്ളൊരു മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടാണ് ദൈവം നോഹയെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെയും ഭയപ്പെടുന്നതിൻ്റെയും മാതൃകയായി നോഹയെ മനുഷ്യർ ഉള്ള കാലത്തോളം ഓർക്കും എന്നത് ഉറപ്പാണ്. മനുഷ്യരുടെ ജീവിതത്തെ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉച്ചരിക്കുന്ന വാക്കുകളേക്കാൾ പെരുമാറ്റങ്ങളെയും പ്രതികരണങ്ങളെയും പ്രവർത്തനങ്ങളെയും ശ്രദ്ധിക്കുന്ന ഈ കാലത്ത് വാക്കുകളിൽ മാത്രമുള്ള മനസ്സലിവിനേക്കാൾ കർമ്മങ്ങളിൽ മനസ്സലിവ് ചാലിച്ച് ജീവിക്കാൻ
യേശു കർത്താവും മാതൃകയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് അവൻ്റെ ശിഷ്യന്മാരോട് അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകുടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അത് വാക്യം 16 വേദനകളിലും സങ്കടങ്ങളിലും ഇരിക്കുന്നവരോടൊപ്പം ഇരുന്ന് ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും അവരെ സഹായിക്കുന്ന കർത്താവിൻ്റെ കൃപയെ ഓർക്കാൻ ഇടയാകട്ടെ. വേദന ഉള്ളിലുള്ള ഒരാൾക്ക് ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. വെള്ളവും അങ്ങനെ തന്നെ. അവരോടൊപ്പം നടക്കാനും ഇരിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്ര വലിയ നിരാശയും കത്തിച്ചാമ്പലാകും എന്നത് കർത്താവിനറിയാം. സങ്കടങ്ങളെ പങ്കിട്ടുകൊണ്ട് എമ്മൗസിലേക്ക് നടക്കുന്നവരോടൊപ്പം കർത്താവ് നടന്ന ആ യാത്രയ്ക്കൊടുവിൽ അവരുടെ നിരാശ മാറി പ്രത്യാശയോടെ കർമ്മമണ്ഡലങ്ങളിലേക്ക് പോകാൻ ഇടയായത് അതുകൊണ്ടാണ്. പാപികൾ എന്ന് വിളിപ്പേരിട്ട് മാറ്റി നിർത്തിയിരിക്കുന്ന ലേവി ഉൾപ്പെടെയുള്ളവരുടെ മാനസികമായ പീഡകളുടെ ആഴം ആർക്കും അറിയാൻ കഴിയണമെന്നില്ല. യേശു അവരോടൊപ്പമാണ് ഇരിക്കുന്നത്. അവർ ഭക്ഷിക്കുന്നതാണ് യേശു ഭക്ഷിക്കുന്നത്. അവർ കുടിക്കുന്നതാണ് യേശു പാനം ചെയ്യുന്നത്. എന്നാൽ യേശുവിൻ്റെ മുമ്പിൽ കിട്ടിയ ഭക്ഷണത്തെക്കാൾ ഒപ്പം ഇരിക്കുന്നവരുടെ വേദന പങ്കിട്ട് ഭക്ഷിക്കുന്ന ആ കർത്താവിൻ്റെ മാതൃക ഈ വർത്തമാനകാല ശുശ്രൂഷ സരണികൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ആശിക്കുകയാണ്. യേശു അത് കേട്ട് അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. വാക്യം 17 കർത്താവിൻ്റെ കർമ്മ മണ്ഡലത്തെക്കുറിച്ചുള്ള കൃത്യതയാണ് ഈ വാക്യത്തിൻ്റെ ഉള്ളടക്കം. വ്യക്തമായ ലക്ഷ്യത്തോടു കൂടെയുള്ള ശുശ്രൂഷകൾക്ക് മാത്രമേ മനുഷ്യരെ രക്ഷയിലേക്ക് നയിക്കാൻ കഴിയും. മതിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. വാതിലുകൾ തീ കൊണ്ട് ചുട്ട് കളഞ്ഞിരിക്കുന്നു. ജനം അപമാനത്തിലും സുരക്ഷിതമില്ലായ്മയിലും ജീവിക്കുന്നു. ആ കാഴ്ച കണ്ട നെഹമ്യാവ് രാജധാനിയുടെ സുഖവും സുരക്ഷിതത്വവും വിട്ട് കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജനത്തോട് വിളിച്ചു പറഞ്ഞു, വരുവിൻ, യെരുശലേമിൻ്റെ മതിൽ പണിയുക. എന്ന് വെച്ചാൽ ഇങ്ങനെ നശിച്ചു പോകാൻ ഇടയാകരുത്. കുറച്ച് കല്ലുകൾ വെച്ച് മതിൽ നിർമ്മിക്കണം എന്ന് മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ സുരക്ഷിതത്വവും മഹത്വവും ഒരുമിച്ച് നിന്ന് പണിതെടുക്കണം എന്നർത്ഥം. പണി ആരംഭിച്ചു. പക്ഷേ എതിർപ്പിൻ്റെയും പരിഹാസത്തിൻ്റെയും ഭീഷണിയുടെയും സ്വരം മുഴങ്ങിക്കേൾക്കുകയാണ്. പക്ഷേ നെഹമ്യാവ് എന്ന നേതാവിൻ്റെ ദൗത്യം 52-ാം ദിനം ലക്ഷ്യം കണ്ടു. അങ്ങനെ ജീവിത നിയോഗത്തെ പറ്റിയുള്ള കൃത്യതയാണ് ദൈവരാജ്യ ശുശ്രൂഷയിൽ പരമപ്രധാനം. ഒരു വട്ടം കൂടെ നമ്മുടെ ജീവിത നിയോഗത്തെ ധ്യാനിക്കാനും അതിൽ ഉറയ്ക്കാനും എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. ആമേൻ.